ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു യാത്രയിലേക്ക് ഞങ്ങൾ ആയിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് റൈഡ് എന്തായാലും നല്ലതാണ്, ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഒരു ടൈം എനിക്ക് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. സോ ഓട്ടോയിൽ കുറച്ച് കാഴ്ചകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലം. സോ ഇവിടെ നിന്ന് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സോ രാത്രി ഏകദേശം ഒരു 8:30 മണി ആയതുകൊണ്ട് തന്നെയും ചില സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ചിലതൊക്കെ ഡാർക്കായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുമാത്രമല്ല, നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ എന്താ പറയുക, സ്മാരകം, അതുപോലെ തന്നെ ക്ഷേത്രമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണമൂല. പിന്നെ നമ്മുടെ കണ്ണമൂലയിൽ നിന്ന് നമ്മൾ പോയ ശേഷം നമ്മൾ ചെന്നെത്തുന്നത് പള്ളിമുക്ക് എന്ന് പറയും. സോ പള്ളിമുക്ക് ശരിക്കും അവിടെ പള്ളിയുണ്ട്, അതായത് സെൻറ്റ് ആനീസ് ചർച്ചുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ജംഗ്ഷൻ അങ്ങനെ ഒരു പേര്. സോ അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റാണ് പോവേണ്ടത്. കോട്ട് റോഡെന്ന്, അതായത് MG റോഡെന്ന് പറയും, മഹാത്മാഗാന്ധി റോഡ്. അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്പാനൂർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെയും നമുക്ക് വളരെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ 4 സൈഡും റോഡാണ്. അപ്പോൾ ഈ ജംഗ്ഷൻ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാം. ഈ ഒരു സമയം തിരഞ്ഞെടുക്കാൻ കാര്യം ഒറ്റ മനുഷ്യരില്ലാത്ത സമയമാണ്. പക്ഷേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഒരുപാട് ആളുകൾ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെയും ഈ ഒരു സമയം എന്തായാലും എനിക്ക് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ റോഡ് സ്ട്രെയിറ്റ് എത്തി. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം നിങ്ങൾക്ക്. ഒക്കെ ഇവിടെ കുറേ ഫ്ലാറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിറ്റി ആയതുകൊണ്ട് തന്നെയും സിറ്റിയുടേതായ ആ ഒരു എന്തായാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഒരുപാട് ഷോപ്സും അങ്ങനെ ഇവിടെ സ്കൂൾസൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടംമാതിരി സ്കൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ അടുത്ത് തന്നെയാണ് ചിന്മയൊക്കെ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ആണ് നമ്മുടെ ആക്ച്വലി നമ്മൾ ഒരു പ്ലാനില്ലാതെയാണ് കേട്ടോ ഈ യാത്ര. ഇവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാത്ത യാത്രയായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ. നല്ലപോലെ ഈ ചാനലിലെ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പം ഈ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയാത്തവർക്കായിട്ടും കൂടെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടും. മുഴുവൻ കണ്ടില്ലല്ലോ, മുഴുവൻ കാണണം. എന്നാലും ലാസ്റ്റ് നമുക്ക് ആ ഒരു ഇത് മൊത്തം മനസ്സിലാവുള്ളൂ. ഓക്കെ, അടിപൊളി വീഡിയോ ആണ്. സോ അപ്പം അങ്ങനെ നമ്മൾ കോട്ട് റോഡ് എത്തി. ഇവിടെ ശരിക്കും MG റോഡ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു കേട്ടോ. കോട്ട് സൈഡാണ്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു. റൈറ്റ് എടുത്ത് നമ്മൾ നേരെ പോകുമ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഉപ്പിടാമൂട് പാലം എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധി റോഡ് എന്ന് പറയപ്പെടും. ഇവിടെ നമ്മൾ ചെന്നെത്തുമ്പോഴും 4 മുക്ക് ജംഗ്ഷൻ എത്തി. ആക്ച്വലി ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കുന്നുപുറം, സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ തമ്പാനൂർ, പിന്നെ റൈറ്റ് തന്നെ 2 റോഡുണ്ട്. അതിൽ ഫസ്റ്റ് ലെഫ്റ്റ് റോഡാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റ് റോഡ് സ്ട്രെയിറ്റാണ് നമ്മൾ പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് വേറെ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തു നേരെ പോകുന്നു. ഇവിടുന്ന് റൈറ്റ് ഉണ്ട്. ആ റോഡ് ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു. ഓക്കെ,
എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരൊറ്റ മനുഷ്യരില്ല കേട്ടോ ഈ ഏരിയയിൽ. പിന്നെ നമുക്കൊരു ഏകദേശം ഈ സ്പോട്ടിൽ എത്തേണ്ട ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോയാലും ഫുഡിൻ്റെ അതായത് ഹോട്ടലൊക്കെ ഉള്ള സമയത്ത് അവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സ്ട്രെയിറ്റ് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സ്ഥലം ഇതാണ് തകരപ്പറമ്പ് റോഡ് എന്ന് പറയും. ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഷോപ്സ്, അതുപോലെ മൊബൈലൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്സ് അതൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നൊരു ചെറിയ റോഡാണ് ആക്ച്വലി. ഇവിടുന്ന് നേരെ പോയ ശേഷം നമ്മൾ ചെന്നെത്തുന്നതാണ് നമ്മുടെ പഴവങ്ങാടി, അതായത് ഈസ്റ്റ് ഫോർട്ടിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നേരെ ചെന്നെത്തുന്ന ഒരു ജംഗ്ഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അപ്പോൾ നേരെ പോയിട്ട് റൈറ്റും ലെഫ്റ്റും ഒക്കെ റോഡുണ്ട്. നമുക്ക് നേരെയാണ് പോവേണ്ടത്. അതിലൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഇലക്ട്രോണിക് ആപ്ലിക്കൻസസും അതുപോലെ റിപ്പയർ വർക്ക്ഷോപ്പും. ഇത് കണ്ടോ, ഐശ്വര്യ ഹോട്ടൽ ഏറ്റവും ഫേമസ് ആണ് കേട്ടോ. ഏറ്റവും ഫേമസ്, നീറ്റ് ഫുഡ് അവൈലബിൾ, അതുപോലെ തന്നെ എത്രയോ വർഷത്തെ പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. മിക്കവാറും ഞങ്ങൾ അവിടെ ആയിരിക്കും. പക്ഷേ ഞാനത് പറയാൻ കാര്യം, നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഇത് ആർ.കെ. വെഡ്ഡിങ് മോള് മഞ്ജുവാരിയൊക്കെ ഉദ്ഘാടനം ചെയ്താൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഡ്രസ്സൊക്കെ. ആർ.കെ. വെഡ്ഡിങ് മോള്, പിന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഐശ്വര്യ ഹോട്ടലിലെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അമ്പലത്തിൽ പോകുന്നവരെല്ലാം തിരിച്ച് ചിലപ്പോൾ ഒരു ചായ കുടിക്കാനായാലും അവിടെയാണ് കയറുക കേട്ടോ. ഒത്തിരി നല്ല സ്പേഷ്യസ് ആണ് ആ ഹോട്ടൽ. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന ക്ഷേത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള പഴവങ്ങാടി ടെമ്പിളാണ്. പഴവങ്ങാടി ശ്രീ ഗണേശ സ്വാമി ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിൻ്റെ മുമ്പിൽ നമ്മളെത്തും. ഓക്കെ, അപ്പം ഇപ്പോൾ അമ്പലമൊക്കെ അടച്ചു കൂടിയിട്ടുണ്ട്. നമ്മൾ പോയ ടൈമിങ് അത്ര ശരിയല്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാനാണല്ലോ പോകുന്നത്. ശരിക്കും ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ പത്മതീർത്ഥത്തിൻ്റെ മുന്നിൽ ഈവനിങ് പോയി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. വളരെ നല്ലൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് അത് ഇപ്പോൾ ഞാൻ പോകുമ്പോൾ മനസ്സിലാവും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഒന്നുമില്ല, നമ്മൾ നല്ല റിലാക്സ്ഡ് ആവും, സ്ട്രെസ് ഫ്രീ ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഡ്യൂട്ടിയിലൊക്കെ പോയി വരുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അവിടെ വന്നിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ നഗരക്കാഴ്ചകൾ ബസ്സാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഷോർട്സൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു പ്രാവശ്യം പോയിട്ട് എനിക്കത് ഷോർട്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഒരു 9-9:30 വരെ കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു. ഓൺലൈൻ ബുക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തോന്നുന്നു. അങ്ങനെ നമ്മൾ മെയിൻ നമ്മുടെ ഈ സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. ഈ സ്പോട്ടിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നമുക്ക് ഒട്ടുമിക്ക എല്ലാ ബസ്സുകളും ഇവിടെ തന്നെ കിട്ടും. പക്ഷേ അതിനെ കുറച്ച് ടൈമിങ്സൊക്കെ അവരെ മൈക്കിലൂടെ ഇങ്ങനെ ഇൻഫോം ചെയ്യും കേട്ടോ. ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നല്ല തിരക്ക്, അവിടെ സിഗ്നൽ വീണുകൊണ്ട് അവർ പറയാതെ തന്നെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ സ്പോട്ടിൽ മൊത്തം ഇങ്ങനെ ഒരു ചുറ്റെടുത്ത് വരാമെന്ന് വിചാരിച്ചു. കാര്യം അവിടെ അപ്പോഴേക്കും സിഗ്നൽ വീണുകൊണ്ട് പിന്നെ വീണ്ടും നമ്മളവിടെ സ്റ്റക്കാവും. അതുകൊണ്ട് ടേൺ ചെയ്തു ലെഫ്റ്റിലേക്ക്. അങ്ങനെ ഇത് നമ്മൾ ഗാന്ധി പാർക്കാട്ടോ. ഇവിടെയൊക്കെ വിശ്രമിക്കാൻ വരുന്നവരുണ്ട്, കാറ് പാർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലൊന്നും പാർക്ക് ചെയ്യാനുള്ള സംഭവമില്ല. പുറത്തേക്ക് എല്ലാവരും പാർക്ക് ചെയ്തേക്കണേ. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് ചാല എന്ന് പറയും. അവിടെ ചാല മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ സ്പോട്ടിലേക്ക് പോകുന്ന വഴി. ഇനി നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇനി വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ഈ റൈറ്റിലേക്ക് തിരിയുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് നമ്മൾ കാണുന്നത് എന്താ പറയുക, വൈറ്റ് ഫോർട്ടാണ്. വൈറ്റ് ഫോർട്ട് എന്ന് വരുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. കിഴക്കേക്കോട്ട നമ്മളിവിടെ എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. ഒരു വെള്ള കോട്ടയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, മിനിറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വൈറ്റ് ഫോർട്ട്. ഓക്കെ, കിഴക്കേക്കോട്ട. ഇതാണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. കണ്ടോ, ഇവിടെ വരുന്ന
ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സമയം എന്ത് രസമല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നീങ്ങിയ ഓരോ വ്യൂസ് ഇങ്ങനെ കാണാനായിട്ട്. ഇഷ്ടംമാതിരി ആൾ വെറുതെ വരുന്നുണ്ട് കുറേ ആളുകൾ കാണാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ ലോട്ടറി ഷോപ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ്, അതും ഫ്രഷായിട്ട് ചിപ്സ്, ജിലേബി, അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ എന്താ പറയുക കിട്ടും. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പത്മനാഭൻ്റെ മുന്നിൽ എത്തി കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇഷ്ടംമാതിരി ആളുകളുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് പത്മതീർത്ഥക്കുളം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, പക്ഷേ ഇവിടെ വരാൻ പറ്റാത്തവർക്കായിട്ടും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? നിങ്ങളും തന്നെ കമൻറ്റ് ചെയ്യണം. ഞാൻ മാക്സിമം എന്താ പറയുക പറ്റുന്ന ഇവിടെ അപ്പോൾ നമുക്ക് ദൂരെ സ്ഥലത്തു നിന്നൊക്കെ പോയി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മന്ത് അത്രയും ഷുവറാണ് നല്ല അടിപൊളി. ഞാനത് സസ്പെൻസാണ് കേട്ടോ. പോകുമ്പോഴേക്കുള്ള വീഡിയോ ഞാൻ ഇട്ട ശേഷം നിങ്ങൾക്ക് ഞാൻ ആ സസ്പെൻസ് പൊളിക്കും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. സോ ഇതാണ് നമ്മുടെ പുത്തൻമാളിക പാലസ്. വലിയ വലിയ രാജാക്കന്മാരൊക്കെ എന്താ പറയുക ഉണ്ടായിരുന്ന ഒരു പാലസായിരുന്നു. ഇതിൻ്റെ ടൈമിങ്സൊക്കെ വ്യത്യാസമുണ്ട്. അതിങ്ങനെ ഇതിനകത്ത് വീഡിയോയിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്ലോക്ക് കണ്ടോ. ആ ക്ലോക്കിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ഇതുണ്ട്. അതായത് ഓരോ സമയം 8 മണിയാണെങ്കിൽ 8 തവണ ഇങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കാം. മൊത്തത്തിൽ ആ ഒരു സൗണ്ട് കേൾക്കാം. നല്ല രസമാണ്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. അതുപോലെ ആ ഒരു പഴമ ഇപ്പോഴും എന്താ പറയുക അതങ്ങനെ കൊണ്ടുപോകുന്നു. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ ക്യൂബിക്കിൾ പോലെ കാണുന്ന ഈ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പോകുമ്പം പാൻസും ടീഷർട്ട്സും അലോ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലോക്ക് റൂമിൽ തന്നെ എല്ലാം വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ഷൂസൊക്കെ വെക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് പോയി ഡ്രസ്സ് മാറാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലോക്ക് റൂം റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. ക്ലോക്ക് റൂം, ആ ക്ലോക്ക് റൂമിൻ്റെ സൈഡിൽ ഞാനൊരു സംഭവം കാണിച്ചുതരാം കണ്ടോ. ഇവിടെ ആക്ച്വലി എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളിലേക്ക് അലൗ ചെയ്യില്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഷർട്ട്സ്, പാൻസ്, ബനിയൻ, അംബ്രല്ല, ബിഗ് ബാഗ്, ചുരിദാർ, മൊബൈൽ ഫോൺസ്, ക്യാമറ, ചാർജർ, ഹെഡ്സെറ്റ് ഒന്നും തന്നെ അലൗ ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഓരോ ചാർജസ് അതിനപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇഷ്ടംപോലെ സ്റ്റോൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സാരീസ് ആയാലും അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒന്നും കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. ഒരു ഇച്ചിരി വിലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില തന്നെയാണ് കേട്ടോ. ഇവിടെ ഇച്ചിരി വിലയാണ്. അതിനേക്കാളും നിങ്ങൾ നേരെ വേറെ ഷോപ്സിൽ പോയാൽ വാങ്ങാൻ പറ്റും. ഈ സ്പോട്ടിൽ തന്നെ ഇഷ്ടം പോലെ അടുത്തടുത്ത് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈലിലൊക്കെ പോയാൽ മേടിക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്ത കിട്ടും. ഇതാണ് നമ്മുടെ പുത്തൻമാളിക പാലസ് മ്യൂസിയം. സോ ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെറുതിലെങ്ങാണ്ട് പോയതാണ്, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തായാലും മൊബൈലിൽ അലൗ ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇഷ്യൂ ടൈം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ കാണാം. സോ അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറേ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു സ്ഥാപിച്ച ഒരു സംഭവമാണ്. പിന്നെ കുറേ കടയൊക്കെ പൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം സമയം ഏകദേശം 9 കഴിഞ്ഞു എന്ന് തോന്നുന്നു. 8:45 ആണെന്ന് തോന്നുന്നു. ഓക്കെ. സോ അപ്പം അങ്ങനെ നല്ലൊരു കാഴ്ച. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇത്രയും ആളുകളുണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ വന്ന് നിൽക്കാനും അല്ലെങ്കിൽ ഇവർക്കൊന്ന് റിലാക്സ് ചെയ്യാനും അതുപോലെ ഒക്കെ എല്ലാവരും സമയമെടുത്ത് ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഷോപ്സൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ സമയമായതുകൊണ്ടായിരിക്കാം. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചുമ്മാ നോക്കാനൊക്കെ ഇഷ്ടമാണ്. വാങ്ങാനില്ല, കാരണം വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പണി കിട്ടും. അത്രയും വിലയാണ് കേട്ടോ. വീട്ടിൽ പിന്നെ ആവശ്യമുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്നൊന്നും വാങ്ങാനായിട്ട് തോന്നിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ഫോട്ടോ ഇതൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ
ചെറിയ ചെറിയ സ്റ്റോൾസ്. രസമല്ലേ? പത്മനാഭൻ്റെ നല്ല കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു വള്ളത്തിൻ്റെ ഷേപ്പിലൊരു സംഭവം കണ്ടു കേട്ടോ. വള്ളം തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കാണാൻ നല്ല രസം, പക്ഷെ അതുപോലെ റേറ്റും ഉണ്ട്. ഇതായിരുന്നു വള്ളം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അത് ഞാൻ കയ്യിലെടുത്തെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അതെ, ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇതാണ് സംഭവം. കണ്ടോ, നല്ല രസമല്ലേ? അപ്പോൾ ഇതൊരു ശരിക്കും ഒരു കുഞ്ഞു വീഡിയോ. പിന്നെ ഇത് സ്പൈസസ് ആണ് കേട്ടോ. അതവർ മൂന്നാറിന്നൊക്കെ കൊണ്ടുവരുന്ന ഇവിടെ വിൽക്കുന്നതാണ്. ഫ്രഷാണ്. ഞാൻ ഒരു തവണ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിരുന്നു, നല്ല മണമുണ്ട്. സ്പൈസൊക്കെ നല്ല മണമുണ്ട്. അതവർ ക്ലോസ് ചെയ്യാൻ പോവുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. ഡ്രസ്സസ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ മേടിക്കാം. ഇച്ചിരി കോസ്റ്റ്ലി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്ലി തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, അവിടെ തന്നെ മേടിക്കാം. ഇതാ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം ഒരുപാട്, ഞാൻ പറയാതെ തന്നെ അറിയാം, ഒരുപാട് ഓൾഡാണ്. അപ്പോൾ പത്മനാഭൻ്റെ അടുത്ത് വന്ന് തൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എന്തും നടക്കും കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എവിടെയാ ടോയ്ലറ്റ് അല്ലെങ്കിൽ എവിടെയാ ബാത്തിങ് ഫെസിലിറ്റീസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് ഒന്നും വിഷമിക്കണ്ട. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോവാം കേട്ടോ. അത്ര വലിയ ക്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തരാനും ഇഷ്ടംമാതിരി ആളുകളുണ്ട്. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്.